പിണറായി നാട് ഭരിക്കുമ്പോൾ കുട്ടിസഹാക്കൾ ബോംബുണ്ടാക്കി നാട്ടിൽ ഭീതി പരത്തുന്നു സമാധാനം സംരക്ഷിക്കാൻ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയെ കൈപ്പത്തി നമ്മുടെ അടയാളം നാടിനെ തച്ചു തകർക്കാനായി ബോംബുണ്ടാക്കി വിലസുന്നു നിങ്ങൾക്കെതിരായി ഉയരുന്നു കേരള നാടിൻ ജനരോഷം UDF RMB സിന്ദാബാദ് ഈ പാനൂരിൽ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഒരു CPM പ്രവർത്തകൻ മരണപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്കിത് ബന്ധമില്ല, അവർക്ക് CPIMുമായി ബന്ധമില്ല എന്ന ഒരു നിലവിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയാണ് ഇതിനോട് സ്വീകരിച്ചത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്നവരും CPIMൻ്റെ കുരുക്കുകൾ മുറുകുകയാണ്. പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, യുവജന പ്രസ്ഥാനത്തിൻ്റെ യൂണിറ്റ് നേതാക്കന്മാർ, വളണ്ടർ ക്യാപ്റ്റന്മാർ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിലുള്ള ആളുകളൊക്കെ ഇതിൽ ഇൻവോൾവ്ഡാണ്. മാത്രമല്ല അതിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ CPIMൻ്റെ ഏരിയ കമ്മിറ്റി അംഗം, ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ, ബ്രാഞ്ച് മെമ്പർമാർ ഉൾപ്പെടെയുള്ള വലിയ വിഭാഗം ആളുകൾ പങ്കെടുത്തു. ഇവിടെ കൂത്തുപറമ്പ് MLA KP മോഹൻ അതിൽ പങ്കെടുത്തു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് CPIMൻ്റെ അറിവോടെ തന്നെയാണ് ഈ പാർട്ടി ഗ്രാമത്തിൽ ഇത്തരമൊരു കൃത്യം നടന്നിട്ടുള്ളത്. CPM അറിയാതെ ഇതുപോലെ കൈവേലിക്കൽ പോലെ ഒരു കൂത്തുപറമ്പിലെ ഒരു പാർട്ടി ഗ്രാമത്തിൽ ഇതുപോലെ ഉള്ളൊരു സംഭവം നടക്കില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളിലും ബോംബ് സ്ഫോടനമുണ്ടായി മരണപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും CPM സ്വീകരിച്ച ലൈൻ ഇതാണ്. പക്ഷേ പിന്നീട് അവരുടെ രക്തസാക്ഷി ദിനങ്ങളും അവർക്ക് സ്മാരക മന്ദിരങ്ങളും എല്ലാം മുറ പോലെ CPM ഉയർത്തിക്കൊണ്ടുവരും. അപ്പോൾ ഇതിലും ഉണ്ടാകുന്നത് തിരഞ്ഞെടുപ്പായതുകൊണ്ട് 26 വരെ ഇതിൽ നൊഴിയും. പിന്നീട് അവർക്ക് എല്ലാവിധ സംരക്ഷണവും, അവരുടെ ചികിത്സ, അവരുടെ കുടുംബം ഉൾപ്പെടെയുള്ള എല്ലാ സംരക്ഷണവും CPM ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഉദ്ദേശിക്കാനുള്ളത് ഈ വടകര മണ്ഡലം 4ാം തവണയും CPMന് നഷ്ടപ്പെടും എന്ന ഒരു ബോധ്യത്തിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന ഒരു ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്. അല്ലാതെ വെറുതെ CPM പ്രവർത്തകർ ബോംബുണ്ടാക്കില്ല. അപ്പോൾ ഇത് ആർക്ക് എതിരായിട്ടാണ് ഈ ബോംബ് അവർ വിന്യസിപ്പിച്ചത് എന്നതും എത്രയൊക്കെ ബോംബുണ്ടാക്കിയെന്നും എവിടെയൊക്കെയാണ് ഇതിൻ്റെ ഉറവിടമെന്നതിനെ സംബന്ധിച്ചും അന്വേഷിച്ചിട്ട് കൃത്യമായി കണ്ടെത്തണം. അതുപോലെ ഇപ്പോൾ 12 പേർ പ്രതികളാണ്. ആ 12 പേരിലപ്പുറം CPM നേതൃത്വത്തിലുള്ള ആർക്കൊക്കെ ഇതിൽ ഈ ഉത്തരവാദിത്വം, ഈ തീരുമാനമെടുക്കുന്ന ഉത്തരവാദിത്വം ഉണ്ടെന്നതുൾപ്പെടെയുള്ള അന്വേഷണം ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വതന്ത്ര ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് സംബന്ധിച്ച് ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഭയമില്ലാതെ 26-ാം തീയതി വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം. അതിന് വോട്ടർമാർക്ക് സംരക്ഷണം വേണം. അവരെ ഭയപ്പെടുത്തുകയാണ് ലക്ഷ്യം. അങ്ങനെ ജനാധിപത്യത്തെ വാൾമുനയിലും ബോംബിൻ്റെ സ്ഫോടനത്തിലും ഭയക്കെതിരായി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഈ വടകരയുടെ ഈ കളി ഈ ജനങ്ങൾ അതിൻ്റെതായ ഗൗരവത്തിലെടുത്തുകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇടപെടും. അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ ഉയർത്തി കാണിക്കാനുള്ളത്. അതുപോലെ ഈ അറസ്റ്റ് 2 പേർ ഇപ്പോഴും പിടികിട്ടാനുണ്ട്. ആ 2 പേരും CPIMൻ്റെ സംരക്ഷണത്തിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവരെവിടെയും പോയിട്ടില്ല. അവരെ ഹാജരാക്കാനും അവരെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ മറ്റു ഉത്തരവാദപ്പെട്ട ആളുകളെ ഉൾപ്പെടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇടപെടലുകളാണ് ഇനി ആവശ്യം. ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര. ജനകീയ മുന്നണി സിന്ദാബാദ്. നിർത്തു നിങ്ങളുടെ കാട്ടാളത്തം. ജനകീയ മുന്നണി സിന്ദാബാദ്. പ്രകടനം സിന്ദാബാദ്. നാട്ടിൽ ശാന്തി വരത്താനായി
നാട്ടിൽ ശാന്തി വരുത്താനായി വടകര മണ്ണിൽ തുളച്ചു നീക്കാൻ ഒന്നിച്ചൊന്നായി അണിചേരൂ പ്രബുദ്ധരായ വോട്ടർമാരെ വോട്ടുകൾ കൊണ്ട് മറുപടി പറയൂ നാടിൻ ശാന്തി സമാധാനത്തിനായി ഓരോ വോട്ടും ഷാഫിക്ക് നട്ടപ്പാതിര നേരത്ത് ജീവൻ പോയി പ്രതിഷേധിക്കുക നാട്ടാരെ പ്രതിഷേധിക്കുക വോട്ടർമാരെ ജനകീയ മുന്നണി സിന്ദാബാദ് ജനകീയ മുന്നണി പ്രതിഷേധം. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടെയിൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദയം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.